ഹായ്. ഇന്നേ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മുടെ ചെടികൾക്കെല്ലാം കൊടുക്കുന്ന ഒരു ടോണിക്ക് തയ്യാറാക്കാൻ പോവാം. അപ്പം ഞാൻ ഇന്ന് അത് ആക്കുന്നുണ്ട്. അപ്പം നിങ്ങളും കൂടെ കൂട്ടുകാർക്കും കൂടെ കാണിച്ചു തരാം എന്ന് വിചാരിച്ചു. എൻ്റെ അഡിയനിയൻ പ്ലാന്റ്സിനും ബോഗൈൻ വില്ലാസിനും വെജിറ്റബിൾസിനും എല്ലാം ഇട്ട് കൊടുക്കുന്ന നല്ലൊരു വളമാണ് കേട്ടോ. നിങ്ങൾക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങളൊക്കെ പറയണേ. ബൈയോ. നമ്മുടെ ചാണകശ്ശേരി തയ്യാറാക്കാൻ പോവാണേ. അതിനാവശ്യമായിട്ട് ചാണകം, ഒരു ബക്കറ്റ് ചാണകം, അതിലേക്ക് പഴയം കഞ്ഞിവെള്ളം, പഴപ്പൊടി ഒഴിച്ചു കൊടുക്കുക. ഒരു കുപ്പി മോര്, ഒരു കിലോ കടലപ്പിണ്ണാക്ക്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതാണ് എൻ്റെ കടലാസ് ചെടികൾക്കും പിന്നെ നമ്മുടെ അടിനിയത്തിനും പച്ചക്കറിക്കും എല്ലാം ഉള്ള എൻ്റെ ഒറ്റ വളമാണിത്. ഇത് മാത്രമേ ഞാൻ വളമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ. നല്ല സൂപ്പർ വളമാണേ. എനിക്ക് കിട്ടുന്ന പഴത്തൊലിയും സവോളയുടെ ഉള്ളിത്തൂലും എല്ലാം ഇതിനകത്ത് ഞാൻ ഇടുവേ. പഴയം കഞ്ഞിവെള്ളം ഒഴിക്കും. 3 ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ കലക്കി വെച്ച് 3 ദിവസം കഴിയുമ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങാതെ. അമ്മ പറഞ്ഞു കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാന്ന്. അപ്പം അമ്മ വെള്ളം എടുത്തിട്ട് വരുന്നവരെ നമുക്ക് ചെറുതായിട്ടൊന്ന് കുത്തി കൊടുക്കാം. അമ്മ വന്നു. ഇതിനകത്ത് വെള്ളം നന്നായിട്ട് ഒഴിച്ച് കൊടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എല്ലാ ദിവസവും രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും ഒരു സമയത്ത് ഒന്ന് കലക്കി കൊടുക്കണം. ഇങ്ങനെ കലക്കി കൊടുക്കണം നന്നായിട്ട്. മതി. അമ്മ പിന്നെയും പോയി എന്താ കഴിച്ചത്. അപ്പം ഞാൻ പിന്നെ ഇളക്കി. അമ്മ പിന്നെയും തിരിച്ചു വന്നിരിക്കുന്നു. പൈപ്പ് ഓഫ് ആക്കാനായിരുന്നു നമ്മൾ നേരത്തെ പോയത്. കട്ടയെല്ലാം ഉടച്ച് വെള്ളം എല്ലാ ദിവസവും ഇളക്കി കഴിയുമ്പം അത് ശരിക്കും അങ്ങ് കട്ട ഉടഞ്ഞോളും. 7 ദിവസം വരെ നമുക്കിത് ഉപയോഗിക്കാം. 7 ദിവസം കഴിഞ്ഞാണെങ്കിലും ഉപയോഗിക്കാം. ഞാൻ പിന്നെ ഉപയോഗിക്കും കേട്ടോ. ഭയങ്കര സ്മെല്ലായിരിക്കുന്നേ ഉള്ളൂ. വെള്ളം ഇട്ട് കൊടുത്താൽ മതി, സ്മെല്ല് കുറയുവേ. 7 ദിവസം വരെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. നമ്മുടെ സ്ലറി തയ്യാറാക്കി വെച്ചത് ഇന്ന് 5 ദിവസമായിട്ടുണ്ട് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഇളക്കി കൊടുക്കുമായിരുന്നേ. ഈ പരുവത്തിലായിരിക്കുന്നേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനായിട്ടൊരു കമ്പ് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിക്കായിരിക്കുന്നത്. വെല്ലം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. സ്മെല്ലൊന്നും വരികയല്ലേ. ഇത് നമ്മൾ ഉപയോഗിച്ചതിൻ്റെ ബാക്കിയേക്കകത്തോട്ട് വീണ്ടും നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. സ്മെല്ലൊന്നുമില്ല കേട്ടോ. അപ്പം
എനിക്ക് സ്മെല്ലൊന്നും ഞാൻ വെള്ളം ഇട്ട് കൊടുത്തായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തു. പിറ്റേ ദിവസം ഞാൻ ഇട്ട് കൊടുത്തായിരുന്നു. കുറച്ച് പഴയ കഞ്ഞിവെള്ളം കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് ഒഴിച്ച് കൊടുക്കട്ടെ. ഒന്ന് ലൂസാകുകയും ചെയ്യും, ഇളക്കാൻ എളുപ്പമുണ്ട്. ഞാനെല്ലാം നല്ല ഇളക്കി മിക്സ് ആക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാതെ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ നിറച്ചാണ് ഞാൻ എടുക്കുന്നത്. ഈ പാത്രത്തിൽ 2 പാത്രം എടുക്കുക. ഞാൻ 2 ബക്കറ്റിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇരട്ടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. വെള്ളം ഇച്ചിരി കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോകരുത് കേട്ടോ. കുറഞ്ഞു പോയാൽ നമ്മുടെ ചെടിയെല്ലാം കരിഞ്ഞു പോകും. നല്ല നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നമുക്ക് ഇളക്കി കൊടുക്കാം. എടുത്തു കഴിഞ്ഞാൽ അന്നേരപ്പോഴും അടച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ഈച്ച വന്ന് മുട്ടയിട്ട് ഭയങ്കര പുഴുവായിരിക്കും. നന്നായിട്ട് അടച്ച് വെക്കണം. ഇനി നമുക്ക് ചെടികൾക്ക് ഒഴിച്ച് കൊടുക്കാവേ. പച്ചമുളകിനും കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതി. പയറ്, കക്കിരി, ഞാൻ കക്കിരി നട്ട് വെച്ചാൽ അതിൻ്റെ കൂട്ടത്തിൽ പാവലും എല്ലാ സസ്യങ്ങളും കയറി വരുന്നുണ്ട്. ഒന്നിനെയും കളയുന്നില്ല, ഇതിലും അവിടെ നിൽക്കട്ടെ. ഞാൻ 2ാമത് ഇട്ട് കൊടുത്ത കക്കിരി കേട്ടോ, കയറി വരുന്നുണ്ട്. അതിന് ഒഴിച്ചു കൊടുക്കാം. ചാക്കിലാണ് നട്ടേക്കുന്നത് കേട്ടോ. അതിനകത്തും ഉണ്ട് പാവൽ. കറിവേപ്പിനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ, നല്ല വളമാണേ. ഉണ്ട്, അതിൻ്റെ കറിവേപ്പൊക്കെ നിൽക്കുന്നുണ്ടോ. ചങ്ങലമ്പരൻ്റെ കേട്ടോ, എല്ലാത്തിനും ഞാൻ ഒഴിച്ചു കൊടുക്കും. നല്ല വളം കേട്ടോ.